Hello everyone, welcome back to Xylem, welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. അപ്പം നാളെയാണ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ എക്സാം. നിങ്ങൾ 2 എക്സാംസ് ഒക്കെ എഴുതിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നാളത്തെ എക്സാമിന് വേണ്ടി ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. ഉറപ്പായിട്ടും അതിനൊരു സിംഗിൾ സൊല്യൂഷൻ ഞാൻ പറഞ്ഞു തരാം. ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്ക് ഞാനും JD സാറും ഒരു മെഗാ മാരത്തോണായിട്ട് വരുന്നുണ്ട് Xylem SSLC ചാനൽ. ഉറപ്പായിട്ടും ആ ലൈവ് നിങ്ങൾ കാണുക. നമുക്ക് പഠിക്കാനുള്ള മുഴുവൻ ഡിസ്കോഴ്സുകളും ഗ്രാമർ ടോപ്പിക്കുകളും നമ്മൾ ഒരൊറ്റ ലൈവിൽ എന്ത് ചെയ്യും, അടിപൊളിയായിട്ട് കവർ ചെയ്യും. ആ ലൈവിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാവും, ജോയിൻ ചെയ്യാം കേട്ടോ. ശരി, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ വീഡിയോയിൽ സെക്കൻഡ് ടേം എക്സാമിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രാമർ ടോപ്പിക്കാണ് കോൺവെർസേഷൻ കംപ്ലീഷൻ എന്ന് പറയുന്നത്. നമ്മൾ അതിനെ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ എടുത്തിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ടാക്കിൾ ചെയ്യേണ്ടത് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഞാൻ പറയുന്ന സമയത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം മുതൽ പറയാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. വേഗത്തിൽ ആൻസർ പറഞ്ഞു പോവുക എന്നൊരു ഉദ്ദേശം എനിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഓൾറെഡി അറിയുന്ന കാര്യമാണെങ്കിൽ ഒരു 1.5 സ്പീഡിലോ അല്ലെങ്കിൽ 2x സ്പീഡിലോ ഒക്കെ ഇട്ട് നിങ്ങൾക്ക് കാണാം. പക്ഷെ ഗ്രാമർ പഠിക്കുമ്പോൾ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ ഉത്തരം നോക്കി പറഞ്ഞിട്ട് ഗ്രാമർ പഠിക്കുന്ന വീഡിയോസ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിഫർ ചെയ്യാതിരിക്കുക. കാരണം ആ പറയുന്ന കാര്യം എന്താണ് എന്ന് മനസ്സിലാവാനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓക്കെ, ശരി. അപ്പൊ ഇതാണ് ആ ചോദ്യം. നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ ആയിട്ട്, ഒരു ഡെമോ ക്വസ്റ്റ്യൻ ആയിട്ട്, സാമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കാം. ദിസ് ഈസ് ഫ്രം ദ ചാപ്റ്റർ എ പീസ് ഓഫ് സ്ട്രിങ്. ഓക്കെ ആണല്ലോ. എ പീസ് ഓഫ് സ്ട്രിങ് എന്നാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത്. സോ ഇവിടെ മേയറും ഹോച്ച്കോമും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട്. മേയറും ഈ കഥയിലെ സെൻട്രൽ ക്യാരക്ടർ ആയിട്ടുള്ള ഹോച്ച്കോമും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. ഇവിടെ നമുക്ക് കാണാം ABCDEF 6 പാർട്ടുകളുണ്ട് ഈ ചോദ്യത്തിൽ. അതായത് പരമാവധി എന്താ പറയുക, ഐറ്റംസ് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഡെലിബറേറ്റ് ആയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. എപ്പോഴും ഒരു കോൺവെർസേഷൻ കംപ്ലീഷൻ കിട്ടുമ്പോൾ ഞാൻ കുട്ടികളോട് ആദ്യം പറയുന്ന കാര്യം, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ ചോദ്യം ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നന്നായിട്ട് വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ കൃത്യമായി ഈ പറഞ്ഞ കാര്യങ്ങൾ വായിച്ചതൊക്കെ ഒന്ന് മലയാളത്തിലും പറഞ്ഞു നോക്കി എന്താണ് അതിൻ്റെ ചോദ്യം വരിക എന്നൊക്കെ മലയാളത്തിൽ ചിന്തിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ തെറ്റാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിന് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന് ഒരു ഐഡിയ ഞാൻ തരാം. ഇവിടെ മേയറാണ് ആദ്യം സംസാരിക്കുന്നത്. സംശയമൊന്നുമില്ലല്ലോ, ഇല്ല. മേയർ തുടങ്ങിയാണ് മിസ്റ്റർ ഹോച്ച്കോം. അതായത് ഹോച്ച്കോമിനെ വിളിക്കുകയാണ്, ഹോച്ച്കോം. എന്നിട്ട് ഇവിടെ ഒരു കോമയുണ്ട്. സാധാരണഗതിയിൽ നമ്മളൊരു സെന്റൻസ് തന്ന ഒരു കോമ തന്ന സ്പേസ് ക്വസ്റ്റ്യൻ മാർക്ക് തന്നാൽ നമ്മൾ ചാടിക്കയറി എന്ത് പറയും, സാർ അത് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. എന്നാൽ ഇത് ക്വസ്റ്റ്യൻ ടാഗ് ആണോ? ഉറപ്പായിട്ടും അല്ല. കാരണം എന്താ, ഇതൊരു പേരാണ്, ഇതൊരു നെയിമാണ്. അപ്പോൾ നെയിമിന് കോമ ഇട്ട് കഴിഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ ടാഗ് അല്ല. അപ്പോൾ നമ്മൾ നോക്കുക, ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു ചോദ്യമാണ്. എന്ത് ചോദ്യമാണ്? ഇംഗ്ലീഷിൽ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഒന്ന് WH ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെ? വാട്ട്, വിച്ച്, വേർ, വൈ, വെൻ, ഹൂ, whom, അതുപോലെ ഹൗ ലോങ്, ഹൗ ഫാർ, ഹൗ മച്ച്, ഹൗ മെനി, ഹൗ ഓഫൺ. ഇതുപോലെ WH തുടങ്ങുന്ന ക്വസ്റ്റ്യൻ വേർഡിൽ ആരംഭിക്കുന്ന ചോദ്യങ്ങളാണ് WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. എന്താ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ആ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുക ഒരു ഓക്സിലറി വേർബിലായിരിക്കും. ആം, ഈസ്, ആർ, വാസ്, വേർ, ഡു, ഡസ്, ഡിഡ്, ഹാവ്, ഹാസ്, ഹാഡ്, വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, യൂസ്, ടു, നീഡ്, ഡെയർ, ഓട്ട് ടു. 24 നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി വേർബിലായിരിക്കും ആ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. മാത്രമല്ല അതിൻ്റെ ആൻസർ, ആ ചോദ്യത്തിൻ്റെ ഉത്തരം യെസ്സിലോ നോയിലോ അല്ലെങ്കിൽ സിമിലർ വേർഡ്സിലോ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, തുടങ്ങുന്നുണ്ടാവുക. ഇപ്പം യെസ് തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ ഓഫ് കോഴ്സ് എന്നൊക്കെ ആയിരിക്കാം. അതും എന്താണ്, അതിൻ്റെ ആൻസറാണ്. അപ്പം നമ്മൾ നോക്കുക, നിങ്ങളോട് എയിൽ എഴുതാൻ പറഞ്ഞ എന്ത് ക്വസ്റ്റ്യൻ ആണ്? എന്തോ ഒരു ചോദ്യം ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഉത്തരം യെസ് യുവർ ഓണർ. അപ്പൊ ഇവിടെ ഒരു യെസ് കണ്ടു, ഉത്തരം തുടങ്ങുന്നത് അതേ എന്നിലാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മൾ ഇവിടെ എഴുതേണ്ടത് എന്ത് ക്വസ്റ്റ്യൻ ആണ്? ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ആദ്യത്തെ അണ്ടർസ്റ്റാൻഡിങ്. എന്താണ് നിങ്ങളോട് ചോദിച്ചത്? ഇവിടെ എഴുതാൻ പറഞ്ഞത് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായല്ലോ? മനസ്സിലായി. ഇനി ഇതിന്റെ ആൻസറിലേക്ക് ഞാൻ പോവാണ്. എന്തോ എന്ന് ചോദിക്കുന്നു, ആൻസർ എന്താണ്? യെസ് യുവർ ഓണർ. അതേ അങ്ങുന്നേ, അതേ യുവർ ഓണർ. ഐ വാസ് ഓൺ ദ റോഡ്. ഞാൻ റോഡിലുണ്ടായിരുന്നു. ബട്ട് ഐ ഡിഡ്ന്റ് സീ ദ പോക്കറ്റ് ബുക്ക്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കാം, നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്, ഞാൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ പറയുവേ, നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത് എന്താണ്? ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണ്. ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ ബേസിക് ഫോർമാറ്റ് എന്താ? ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്സിലറി വേർബിലായിരിക്കും. ഓക്സിലറി വേർബിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കതിലൊരു സബ്ജക്റ്റ് വേണം. പിന്നെ എന്ത് വേണം? മെയിൻ വേർബ് വേണം.
മെയിൻ വേർബ് വേണം. പിന്നെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവ അല്ലെങ്കിൽ അതേഴ്സ് എന്ന് നമുക്ക് പറയാം. ഇതിനെയാണ് നമ്മൾ സാധാരണ ഷോർട്ട് ആക്കിയിട്ട് എന്ത് പഠിക്കാറ്? ASMO എന്ന് പഠിക്കാറ്, അല്ലെങ്കിൽ ആസ്മോ എന്നൊക്കെ ഓർമ്മിച്ച് വെക്കാറ്. ഇങ്ങനെയാണ്. അപ്പൊ നമ്മളിത് ശരിയാണോ എന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. നോക്കിക്കോളേ. ആർ യു ഗോയിങ് ടു കാലിക്കറ്റ്? ആർ യു ഗോയിങ് ടു കാലിക്കറ്റ് എന്ന് പറഞ്ഞതിൽ നോക്കൂ, നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കി. ഇതാ ഇവിടെ ആർ എന്ന് പറയുന്നത് ഓക്സിലറി വേർബാണ്. ആർ എന്ന് പറയുന്നത് എന്താണ്? ഓക്സിലറി വേർബാണ്. ആൻഡ് യു എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. ഗോയിങ് ആണ് മെയിൻ വേർബ്. ടു കാലിക്കറ്റ് എന്നുള്ളതാണ് അതേഴ്സ്. അപ്പൊ ഇതിവിടെ ആസ്മോ എന്ത് ചെയ്യുന്നുണ്ട്? ഫോളോ ചെയ്യുന്നുണ്ട്. എന്നാൽ എല്ലാ യെസ് ഓർ നോ ക്വസ്റ്റനിലും ആസ്മോ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവണം നിർബന്ധമുണ്ടോ? ഇല്ല. ഫോർ ഇൻസ്റ്റൻസ്, ആർ യു ഹാപ്പി? ഞാൻ ആർ തന്നെ തുടങ്ങുന്നതുകൊണ്ട് വേറെ ഒന്നും വിചാരിക്കേണ്ട. ആർ യു ഹാപ്പി? ആർ യു ഹാപ്പി? എന്നാൽ ഇവിടെ ആർ യു ഹാപ്പി നിങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും, ആർ എന്ന് പറഞ്ഞാൽ ഓക്സിലറി വേർബാണ്, യു എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ആണ്, ഹാപ്പി എന്ന് പറഞ്ഞാൽ അതൊരു വേർബ് അല്ല, മെയിൻ വേർബ് അല്ല. ആണോ? ഹാപ്പി എന്ന് പറഞ്ഞാൽ വേർബ് ഉണ്ടോ ഇംഗ്ലീഷിൽ? ഹാപ്പി, ഹാപ്പീഡ്, ഹാപ്പീഡ് എന്നൊക്കെ ഉണ്ടോ? ഇല്ല. ഹാപ്പി എന്നുള്ളത് അതേഴ്സ് ആണ്. അപ്പൊ നമുക്ക് എന്താ മനസ്സിലായത്? ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യന്റെ ജനറൽ ഫോർമാറ്റ് ആണ് ASMO, ഓക്സിലറി വേർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് മെയിൻ വേർബ് പ്ലസ് അതേഴ്സ്. എന്നാൽ മിനിമം എന്തുണ്ടായാൽ മതി? ഓക്സിലറി വേർബും സബ്ജക്റ്റും ഉണ്ടായാൽ മതി. മെയിൻ വേർബ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഇത്രയൊക്കെ നമുക്ക് മനസ്സിലായി. ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്, പക്ഷെ അത് എന്ത് ചെയ്യണം? നമ്മളൊന്ന് ഓർമ്മിച്ച് വെക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? ഇനി ഞാൻ ഇവിടുന്ന് എന്താണ് ആൻസർ എന്ന് എടുക്കുന്നു. എന്താണ് എൻ്റെ ആൻസർ? നോക്കി. യെസ് യുവർ ഓണർ, ഐ വാസ് ഓൺ ദ റോഡ്. ഇതല്ലേ എൻ്റെ ആൻസർ. നോക്കിക്കോളേ. ഞാൻ ഈ ആൻസറിനുള്ള ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാക്കേണ്ടത്. ഞാൻ ആദ്യം ആൻസർ ഓർമ്മിച്ച് വെക്കുന്നത് എന്താണ്? യെസ് യുവർ ഓണർ, യെസ് യുവർ ഓണർ, ഐ വാസ് ഓൺ ദ റോഡ്. ഈ പാർട്ടിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കേണ്ടത്. സെക്കൻഡ് പാർട്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്ക് പറയാം, അത് ഞാൻ അവസാനം സംസാരിക്കാം. സോ ഐ വാസ് ഓൺ ദ റോഡ്. യെസ് യുവർ ഓണർ, ഐ വാസ് ഓൺ ദ റോഡ്. ഇത് സ്പെല്ലിംഗ് കറക്റ്റ് ആണ് കേട്ടോ. HONOUR ആണ് ബ്രിട്ടീഷ് ഇംഗ്ലീഷിന് ഓണറിന്റെ സ്പെല്ലിംഗ്. പക്ഷെ ഇവർ ചെക്ക് ചെയ്യുന്ന അമേരിക്കൻ ഇംഗ്ലീഷാണ്. അവിടെ യു ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇവിടെ ഒരു അണ്ടർലൈൻ കാണിക്കുന്നത്. നോക്കണ്ട. യെസ് യുവർ ഓണർ, ഐ വാസ് ഓൺ ദ റോഡ്. അപ്പോൾ നിങ്ങൾ മലയാളത്തിൽ ആലോചിച്ച് വെക്കുക, എന്തായിരിക്കും മേയർ ചോദിച്ചിട്ടുണ്ടാവുക? മേയർ ചോദിച്ചിട്ടുണ്ടാവുക, നീ റോഡിലുണ്ടായിരുന്നോ എന്നാണ്. മേയർ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? നീ റോഡിലുണ്ടായിരുന്നോ എന്നാണ്. ആണല്ലോ? ആണ്. ഈ ചോദ്യമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു ഏത് ഫോർമാറ്റിൽ? ഓക്സിലറി വേർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് മെയിൻ വേർബ് പ്ലസ് അതേഴ്സ് എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ ഉണ്ടാക്കേണ്ടത്. സോ ആൻസർ പറയുന്നത് ഹോച്ച്കോം ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആരാണ്? മേയറാണ്. അപ്പൊ നോക്കൂ, നീ റോഡിലുണ്ടായിരുന്നോ? ആദ്യം എനിക്ക് എന്താ വേണ്ടത്? ഓക്സിലറി വേർബ് വേണം. ആണല്ലോ? ഇംഗ്ലീഷിൽ 24 ഓക്സിലറി വേർബ്സ് ഉണ്ട്. എനിക്ക് തോന്നി ഓക്സിലറി വേർബ് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആൻസറിൽ തന്നിരിക്കുന്ന ഓക്സിലറി വേർബ് ഏതാ നോക്കുക. ആൻസറിൽ ഏതാ ഓക്സിലറി വേർബ്? വാസ് ആണ്. ശരി. നിങ്ങൾ എന്നോട് ചൂടാവാൻ നിൽക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയുന്നത് ശ്രദ്ധിക്ക്. ആൻസറിലുള്ള ഓക്സിലറി വേർബ് എന്താ? വാസ് ആണ്. അപ്പൊ ഞാനിവിടെ വാസ് എന്ന് എഴുതുന്നു. ഓക്കെ. അടുത്തത് സബ്ജക്റ്റ് വേണം. നീ റോഡിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ റോഡിലുണ്ടായിരുന്നു. നീ, നിങ്ങൾ എന്നതിനൊക്കെ ഇംഗ്ലീഷിൽ ഒറ്റ വേർഡേ ഉള്ളൂ. ഏതാണ് ആ വേർഡ്? യു ആണ്. ഏതാണ് ആ വേർഡ്? യു ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ ആൻസറിൽ വാസ് ഉണ്ടായത് ഐ ആയതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ യുടെ കൂടെ വാസ് പോവില്ല, വാസ് യു ഒന്നും പോവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? വാസിന്റെ ഓൾട്ടർനേറ്റീവ് ഏതാന്ന് നോക്കുന്നു. യുടെ കോമ്പാറ്റബിൾ ആയിട്ടില്ല. വാസിന്റെ കൂടെ യുടെ കൂടെ എന്തേ പോവുള്ളൂ? വേറെ പോവുള്ളൂ. അപ്പൊ വാസിന് പറയും ഞാൻ വേറെ എഴുതുന്നു. സിമ്പിൾ ലോജിക്കാണ്. വാസ് ആണ് ഉത്തരത്തിലുള്ളത്, പക്ഷെ ഇത് മുകളിലേക്ക് വരുമ്പോൾ വേറെ ആവും. എല്ലാ കേസിലും ആവില്ല. യു ആയതുകൊണ്ട് മാത്രം എന്താവുന്നു? വേറാവുന്നു. വേർ യു. നീ റോഡിലുണ്ടായിരുന്നോ? വേർ യു. വേർ യു. റോഡിലുണ്ടായിരുന്നോ? അവിടെ മെയിൻ വേർബ് ഇല്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത്. മെയിൻ വേർബ് തപ്പിപ്പോയ ഉത്തരം തെറ്റും. സോ വേർ യു ഓൺ ദ റോഡ്. സിമ്പിളാണ്. ആൻസർ കിട്ടി. എന്താണ് ആൻസർ? അങ്ങനെ ആലോചിക്കണം. ആ ട്രെയിനിങ് നമുക്ക് വേണം. ഓക്കെ. സോ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്താണ്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? വേർ യു ഓൺ ദ റോഡ്. നീ റോഡിലുണ്ടായിരുന്നോ? വേർ യു ഓൺ ദ റോഡ്.
ഓക്കെ ആണല്ലോ. ഇനി ചില ആൾക്കാർ ആലോചിക്കും, സാർ ഇവിടെ ഐ വാസ് ഓൺ ദ റോഡ് ബട്ട് ഐ ഡിഡ്ന്റ് സീ ദ പോക്കറ്റ് ബുക്ക് എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾക്ക് were you on the road and did you see the pocket book എന്ന് ചോദിക്കാവോ? ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് വളഞ്ഞു മൂക്ക് പിടിക്കലാണ്. were you on the road മതി. ഓക്കെ, കാരണം മേയറിന്റെ റൂമിലേക്ക് പോകുന്ന ഹോസ്കോമിന് അറിയാം എന്നെ വിളിച്ചത് പോക്കറ്റ് ബുക്ക് എടുത്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അയാൾ അഡീഷണൽ എന്ത് പറയുന്നത്, ഞാൻ റോഡിലുണ്ടായിരുന്നു പക്ഷെ ഞാൻ എന്തെടുത്തിട്ടില്ല, പോക്കറ്റ് ബുക്ക് എടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ പോക്കറ്റ് ബുക്ക് കണ്ടിട്ടില്ല. ഓക്കെ ആണോ? ഓക്കെ ആണ്. അടുത്തത് ഇവിടെ ബി ക്വസ്റ്റ്യൻ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി എന്ത് ക്വസ്റ്റ്യൻ ആണ്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണോ, WH ക്വസ്റ്റ്യൻ ആണോ? അപ്പൊ നോക്കൂ ഉത്തരം, ഐ വാസ് സെർച്ചിങ് ടു സീ ഇഫ് ദ സ്ട്രിങ് ഹാഡ് അനദർ പീസ് അറ്റാച്ച്ഡ് ടു ഇറ്റ്. അപ്പൊ ആൻസർ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് എന്ത് ചോദ്യമാണ്. അതൊരു WH ക്വസ്റ്റ്യൻ ആണ്. അതെന്ത് ക്വസ്റ്റ്യൻ ആണ്? അതൊരു WH ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. അപ്പൊ ഞാൻ തിരിച്ചു വരുവാണ്. നമ്മൾ നേരത്തെ യെസ് ഓർ നോ ക്വസ്റ്റ്യനെ കുറിച്ച് സംസാരിച്ച അതേ കാര്യം, അതേ പാറ്റേൺ ഞാൻ എന്തിലേക്ക് കൊണ്ടുവരികയാണ്? WH ക്വസ്റ്റ്യനിലേക്ക് കൊണ്ടുവരികയാണ്. നമുക്ക് പരീക്ഷയ്ക്ക് ഏത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ഈ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു WH ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് നിങ്ങളൊന്ന് മനസ്സിൽ പറഞ്ഞു നോക്കി. പറഞ്ഞോ എന്താണ്? WH ക്വസ്റ്റ്യൻ ആദ്യം എന്ത് വേണം? ഒരു ക്വസ്റ്റ്യൻ വേർഡ് വേണം. എന്ത് വേണം? ഒരു ക്വസ്റ്റ്യൻ വേർഡ് വേണം. അതായത് വാട്ട്, വിച്ച്, വേർ, വൈ, വെൻ, ഹൂ, ഹൂം, ഹൗ ലോങ്, ഹൗ ഫാർ, ഹൗ മച്ച്, ഹൗ ഫാർ, ഹൗ മെനി, ഡിപ്പെൻഡ്സ് ഓൺ ദ കണ്ടീഷൻ, ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ. ഒരു WH ക്വസ്റ്റ്യൻ വേർഡ് വേണം, ക്വസ്റ്റ്യൻ വേർഡ്. പിന്നെ എന്ത് വേണം? അടുത്ത ആള് ഓക്സിലറി വെർബാണ്. അടുത്ത ആൾ ആരാണ്? ഓക്സിലറി വെർബാണ്. അടുത്ത ആള് സബ്ജക്റ്റ് ആണ്. പിന്നെ ആര് വേണം? പിന്നെ മെയിൻ വേർബ് വേണം. പിന്നെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണം. അതിനെ നമ്മൾ എന്ത് വിളിക്കും? അതേഴ്സ് എന്ന് വിളിക്കും. അപ്പൊ ഇവരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചുരുക്കിയിട്ട് എന്ത് വിളിക്കുന്നത്? QASMO എന്ന് ഓർത്ത് വെക്കുന്നത്. ഓക്കെ, ക്വാസ്മോ എന്ന ഷോർട്ടിൽ നമ്മൾ ഓർത്ത് വെക്കുന്നത്. ഷോർട്ട് മാത്രം പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല, എന്താ കാര്യം എന്ന് കൃത്യമായിട്ട് അറിയണം. നമ്മളൊരു എക്സാമ്പിൾ എടുക്കുവാണ്, നോക്കിയോ. വേർ ആർ യു going tomorrow? Where are you going tomorrow? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. വേർ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വേർഡ് ആണ്. ആർ എന്ന് പറയുന്നത് ഓക്സിലറി വെർബ് ആണ്. യു സബ്ജക്റ്റ് ആണ്. ഗോയിങ് മെയിൻ വെർബ് ആണ്. ടുമോറോ എന്നുള്ളത് അതേഴ്സ് ആണ്. ശരിയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്, ഒരു WH ക്വസ്റ്റ്യൻ്റെയും യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെയും നമ്മൾ ആസ്മോ, ക്വാസ്മോ എന്നൊക്കെ ബൈഹാർട്ട് ചെയ്ത് വെക്കുമ്പോൾ അത് ജനറൽ ഫോർമാറ്റ് ആണ്, സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ആണ്, ഐഡിയൽ ഫോർമാറ്റ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ചോദ്യത്തിനും ആ ക്വാസ്മോ കംപ്ലീറ്റ് കിട്ടണമെന്നില്ല. ഫോർ ഇൻസ്റ്റൻസ് ഇവിടെ നോക്കൂ, നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലേ, ഹൂ ആർ യു അല്ലെങ്കിൽ വേർ ആർ യു എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. ഇവിടെ ഹൂ എന്ന് പറഞ്ഞാൽ എന്താ? ക്വസ്റ്റ്യൻ വേർഡ് ആണ്. ആർ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിലറി വെർബ് ആണ്. യു എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ജക്റ്റ് ആണ്. ഇവിടെ എന്തില്ല? മെയിൻ വെർബോ അതേഴ്സോ ഒന്നുമില്ല. അപ്പോൾ ഒരു WH ക്വസ്റ്റ്യന് മിനിമം എന്തുണ്ടായാൽ മതി? QAS, ക്വാസ് ഉണ്ടായാൽ മതി. മോ ഉണ്ടാവണം, അല്ലെങ്കിൽ മെയിൻ വെർബും അതേഴ്സും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ഈ കൂട്ടത്തിൽ ഒന്നും പെടാത്ത ഒരാളുണ്ട്. അതാരാണ്? അത് ഈ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഹാപ്പൻഡ്? എന്താണ്? വാട്ട് ഹാപ്പൻ? എന്തു പറ്റി? ഈ ക്വസ്റ്റ്യന് ഈ ഫോർമാറ്റുകളൊന്നുമില്ല. കാരണം വാട്ട് ഹാപ്പൻഡിൽ വാട്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ് ആണ്, ഹാപ്പൻ എന്ന് പറയുന്നത് മെയിൻ വേർബ് ആണ്, അല്ലെങ്കിൽ QM ആണ്. വേണമെങ്കിൽ നമുക്ക് ഹാപ്പൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് വാട്ട് ഡിഡ് ഹാപ്പൻ, അപ്പോഴും ക്വസ്റ്റ്യൻ വേർഡ്, ഓക്സിലറി വേർബ്, മെയിൻ വേർബ്, ക്വാം എന്നേ വരുള്ളൂ. അപ്പോൾ ഒരു WH ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ വാട്ട് ഹാപ്പനിൽ നിങ്ങൾ ഈ ഫോർമാറ്റ് എന്ത് ചെയ്യരുത്? തപ്പിപ്പോകരുത്. വാട്ട് ഹാപ്പൻ ഇട്ട് നോക്കുക. വാട്ട് ഹാപ്പൻ അവിടെ അപ്രോപ്രിയേറ്റ് ആണെങ്കിൽ പിന്നെ നിങ്ങൾ ക്വാസ്മോയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഇനി ഈ ഫോർമാറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? ഇവിടെ ആൻസർ ചെയ്യാൻ വേണ്ടി പോവാണ്. ആൻസർ എന്താണ്? ഐ വാസ് സെർച്ചിങ് ടു സീ. ഐ വാസ് സെർച്ചിങ് ടു സീ. ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതുപോലെ ഈ സാധനത്തിൽ അങ്ങ് കോപ്പി ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ്? സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അതായത് നമ്മൾ ഇവിടെ ആൻസർ തിരിച്ചു വരുമ്പോൾ എഴുതും, പക്ഷെ നമ്മളിപ്പോൾ തൽക്കാലം ഇതിന് എന്ത് ചെയ്യാണ്? ഒരു ഇൻഡിപെൻഡൻറ്റ് അല്ലെങ്കിൽ ഒരു ഐസൊലേറ്റഡ് പീസായിട്ട് കൺസിഡർ ചെയ്യാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല, പക്ഷെ മനസ്സിലാവാൻ വേണ്ടി മാത്രം ഞാൻ എന്ത് ചെയ്യാണ്? ഇതിനൊരു ഐസൊലേറ്റഡ് പീസായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് ആൻസർ. ഇതാര് കൊടുക്കുന്ന ആൻസറാ? ഹോച്ച്കോം കൊടുക്കുന്ന ആൻസറാണ്. ഇതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് ആരെ കൊണ്ട് ചോദിപ്പിക്കണം? മേയറിനെ കൊണ്ട് ചോദിപ്പിക്കണം. മേയർ എന്തോ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, ഒരു WH ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹോച്ച്കോം ആൻസർ പറയാണ്, ഐ വാസ് സെർച്ചിങ് ടു സീ ഇഫ് ദ സ്ട്രിങ് ഹാഡ് അനദർ പീസ് അറ്റാച്ച്ഡ് ടു ഇറ്റ്. ഞാൻ ആ സ്ട്രിങ്ങിന് മറ്റൊരു പീസ് അതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് തിരയുകയായിരുന്നു.
ഓക്കെയാണ്. അപ്പോൾ WH ക്വസ്റ്റൻ ആകുമ്പോൾ വാട്ട് ഹാപ്പൻ എന്ന് ആദ്യം ഒന്ന് ഇട്ട് നോക്കുക അല്ലേ, മനസ്സിലാവും. വാട്ട് ഹാപ്പൻ ഇല്ല, വാട്ട് ഹാപ്പൻ ഇവിടെ അപ്രോപ്രിയേറ്റ് അല്ല, വാട്ട് ഹാപ്പൻ ഇങ്ങനെ ഉത്തരം കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വീണ്ടും നമ്മുടെ കഥാപ്രസംഗത്തിലേക്ക് പോകുന്നു. എന്താണ്? ക്വാസ്മോ, ക്വസ്റ്റ്യൻ വേർഡ്, ഓക്സിലറി വെർബ്, സബ്ജക്റ്റ്, മെയിൻ വെർബ്, അതേഴ്സ്. അപ്പോൾ ഇവിടെ ചോദ്യം എന്താണ്? ഐ വാസ് സെർച്ചിങ് ടു സീ, ഞാൻ ഇതിനു വേണ്ടി തിരയായിരുന്നു. അപ്പോൾ എന്തായിരിക്കും അവിടെ ചോദിക്കേണ്ടാവുക? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് മൊത്തം ഒന്ന് റിവേഴ്സ് ചെയ്ത് നോക്കണം മനസ്സിൽ. മിസ്റ്റർ ഹോച്ച്കോം, നിങ്ങൾ റോഡിലുണ്ടായിരുന്നോ? അതേ യുവർ ഓണർ, ഞാൻ റോഡിലുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പോക്കറ്റ് ബുക്ക് കണ്ടിട്ടില്ല. ഡാഷ് എന്തോന്ന് ചോദിക്കുന്നു. ഐ വാസ് സെർച്ചിങ് ടു സീ ഇഫ് ദ സ്ട്രിംഗ് ഹാഡ് അനദർ പീസ് അറ്റാച്ച്ഡ് ടു ഇറ്റ്. അപ്പോൾ എന്താ ചോദ്യം? നീ പിന്നെ എന്ത് ചെയ്യുകയായിരുന്നു, അല്ലെങ്കിൽ നീ പിന്നെ എന്ത് തിരയുകയായിരുന്നു? എന്തായാലും കുഴപ്പമില്ല, ഇവിടെ ഉത്തരത്തിൽ ഞാൻ ഇന്ന് തിരയുകയായിരുന്നു എന്നതുകൊണ്ട് നീ എന്ത് തിരയുകയായിരുന്നു എന്ന് മലയാളത്തിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ചോദ്യം കൊടുക്കാം. നീ എന്ത് തിരയുകയായിരുന്നു, നീ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നീ എന്ത് ചെയ്യുകയായിരുന്നു എന്നോ അല്ലെങ്കിൽ എന്തായാലും കുഴപ്പമില്ല, രണ്ടും കൊടുക്കാം. നീ എന്ത് ചെയ്യുകയായിരുന്നു അല്ലെങ്കിൽ നീ എന്ത് തിരയുകയായിരുന്നു. വേണമെങ്കിൽ പിന്നെ ഒന്നും കൂടെ കൊടുക്കാം, നമുക്ക് പിന്നെ കൊടുക്കാം, ലാസ്റ്റ് കൊടുക്കാം. ഓക്കെ, ശരി, ഇതാണ് ചോദ്യം. അപ്പൊ നീ എന്ത് ചെയ്യായിരുന്നു? ഐ വാസ് സെർച്ചിങ് ടു സീ ഇഫ് the string had another piece attached to it. നീ എന്ത് തിരയുകയായിരുന്നു? ഐ വാസ് സെർച്ചിങ് ടു സീ ഇഫ് the string had another piece attached to it. അപ്പോൾ ഇത് ഏത് ഫോമാറ്റിൽ പോകണം? ക്വാസ്മോയിൽ പോകണം. ക്വാസ്മോ എന്ത് അല്ലേ, എന്ത് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഏതാ? വാട്ടാണ്. എന്ത് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഏതാണ്? വാട്ടാണ്. അടുത്തത് ഓക്സിലറി വെർബാണ്. ആൻസറിലുള്ള ഓക്സിലറി വെർബ് ഏതാ? ഐ വാസ് സെർച്ചിങ് ടു സീ ഇഫ് ദ സ്ട്രിംഗ് ഹാഡ് അനദർ പീസ് അറ്റാച്ച്ഡ് ടു ഇറ്റ്. ഒക്കെ പോട്ടെ, ഐ അതായത് സബ്ജക്റ്റിന് തൊട്ടടുത്തുള്ളതാണ് നമ്മൾ എന്ത് മെയിൻ വെർബായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വാസ് ഉണ്ട് അവിടെ. അപ്പോൾ വാസ് മുകളിലേക്ക് പോകുന്നു. വാട്ട് വാസ്. അടുത്തത് സബ്ജക്റ്റ് ആണ്. നീ എന്ത് തിരയുകയായിരുന്നു? വാട്ട് വാസ് യു. അവിടെയും പാളി. കാരണം എന്താ? പാളിയതല്ല, നമ്മൾ കറക്ഷൻ വരുത്തുകയാണ്. അതായത് യുടെ കൂടെ എന്ത് പോവില്ല? വാസ് പോവില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? യുവിന് ആൾട്ടർനേറ്റീവ് എന്താന്ന് പോകുന്നു, സോറി വാസിന്റെ ആൾട്ടർനേറ്റീവിന് പോകുന്നു. വാട്ട് വർ യു, വാട്ട് വർ യു. അടുത്തത് മെയിൻ വെർബ്. സെർച്ചിങ് തിരയുക അല്ലെങ്കിൽ ഡൂയിങ് ചെയ്യുക, എന്തായാലും കുഴപ്പമില്ല. വാട്ട് വർ യു ഡൂയിങ് അല്ലെങ്കിൽ വാട്ട് വർ യു സെർച്ചിങ്. ഇത്രയും മതി. വേണമെങ്കിൽ അതേഴ്സും കൊടുക്കാം. എന്താണ് അതേഴ്സ്? പിന്നെ നീ എന്ത് ചെയ്യായിരുന്നു? അപ്പോൾ വാട്ട് വർ യു സെർച്ചിങ് ദെൻ, ദെന്നിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വാട്ട് വർ യു ഡൂയിങ് ഓർ വാട്ട് വർ യു സെർച്ചിങ് ദെൻ. മനസ്സിലായി. ഓക്കെ, അടിപൊളി. അടുത്തത് ഞാൻ വീണ്ടും, അപ്പോൾ ഇവിടെ ആൻസർ എന്താ? യെസ്, ഇവിടെ ആൻസർ നോക്കൂ. വാട്ട് വർ യു ഡൂയിങ് അല്ലെങ്കിൽ സെർച്ചിങ് ദെൻ. വാട്ട് വർ യു ഡൂയിങ് ഓർ സെർച്ചിങ് ദെൻ. ഓക്കെ, ശരി. അടുത്തത് എളുപ്പമാണ്. കാരണം എന്താ? അപ്പോൾ ഹോച്ച്കോം പറയാണ് I was searching to see if the string had another piece attached to it. I was searching to see if the string had another piece attached to it. അപ്പോൾ മേയർ പറയാണ് you had better. നിനക്ക് നല്ലത് ഇതാണ്, നിനക്ക് നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ഒന്നും അറിഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ ഹാഡ് ബെറ്ററിൽ കൺഫ്യൂഷനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം പഠിച്ചോളാം. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ മെഗാ മാരത്തണിൽ പറയുന്നുണ്ട്. സോ ഇവിടെ നോക്കൂ, ഒരു സിമ്പിൾ ഗ്രാമർ ടോപ്പിക്കാണ് എന്ത്? ഹാഡ് ബെറ്റർ എന്ന് പറയുന്നത്. ഹാഡ് ബെറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അതും കൂടെ ഒന്ന് ഓർമ്മിച്ച് വെച്ചോ. ടു ഗിവ് എ സ്ട്രോങ് അഡ്വൈസ് ഓർ സജഷൻ. ഒരു സ്ട്രോങ് ആയിട്ടുള്ള നിർദ്ദേശം അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയാണ് സജഷൻ. എന്താ ഞാൻ എഴുതിയത്? ഓക്കെ, ശരി. സോ ഇതൊക്കെ കൊടുക്കാം. ഓക്കെ, ഇവിടെ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അവർക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനമല്ലയ്യ. ഓക്കെ, റൈറ്റ്. സോ എന്താണ് ഹാഡ് ബെറ്ററിന്റെ റൂള്? അത് തന്നെയാണ് മല്ലയ്യ ഞാനും എഴുതിയത്. എന്തിലും കേട്ടെ. ഓക്കെ, ശരി. അപ്പോ എന്താണ് ഹാഡ് ബെറ്ററിന്റെ റൂള്? ഹാഡ് ബെറ്ററിന്റെ റൂള് ഭയങ്കര സിമ്പിൾ ആണ്. ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ നമ്മൾ വേർബിന്റെ ബേസ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ബേസ് ഫോം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ അതിനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യാണ്. ഹാഡ് ബെറ്റർ പ്ലസ് V1 എഴുതിയാൽ മതി. ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ വേർബിന്റെ V1. അതായത് റൈറ്റ് ആണെങ്കിൽ റൈറ്റ്, അല്ലെങ്കിൽ റീഡ്, ജമ്പ്, സിങ്,
V2 എഴുതരുത്, V3 എഴുതരുത്, ING എഴുതരുത്. ഇനി എന്താണ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ട മറ്റൊരു കാര്യം? ഹാഡ് ബെറ്റർ കഴിഞ്ഞിട്ട് എന്ത് എഴുതാൻ പാടില്ല? ടു എഴുതാൻ പാടില്ല. ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു സുഖമുണ്ട്. ഹാഡ് ബെറ്റർ കഴിഞ്ഞ് എന്തെഴുതും? ടു എഴുതും. എന്താ ഒരു സുഖം, എന്തോ ഒരു മനസ്സുകൊണ്ട് അങ്ങനെ എഴുതുന്ന സമയത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യുക? ബേസ് ഫോം അല്ലെങ്കിൽ V1 എഴുതുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണെന്ന് വളരെ സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കി. യു ഹാഡ് ബെറ്റർ, നിനക്ക് എന്തോ ചെയ്യുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത് മേയർ. അപ്പോൾ ഹോസ്കോം പറയാണ്, ഐ ആം ടെല്ലിങ് ദ ട്രൂത്ത് യുവർ ഓണർ, ഞാൻ സത്യമാണ് പറയുന്നത് അങ്ങനെ. അപ്പോൾ എന്തായിരിക്കും ആൾ പറഞ്ഞിട്ടുണ്ടാവുക? യു ഹാഡ് ബെറ്റർ, സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത്. സോ ഇവിടെ ടെല്ലിങ് എന്നാണ് വേർബ്. അതിൻ്റെ V1 എന്താ? ടെല്ലിങ്ങിൻ്റെ V1 ടെല്ലാണ്. യു ഹാഡ് ബെറ്റർ ടെൽ ദ ട്രൂത്ത്. യു ഹാഡ് ബെറ്റർ ടെൽ ദ ട്രൂത്ത്. സിമ്പിളാണ്. യു ഹാഡ് ബെറ്റർ ടെൽ ദ ട്രൂത്ത്. ഓക്കെ, യു ഹാഡ് ബെറ്റർ ടെൽ ദ ട്രൂത്ത്. ഓക്കെ, അപ്പോൾ ആ കാര്യത്തിലും തീരുമാനമായി. ഹാഡ് ബെറ്റർ വളരെ സിമ്പിൾ ലോജിക്കാണ്. അത് എന്ത് ചെയ്യുക? നിങ്ങൾ ആൻസർ ഒന്ന് വായിച്ചു നോക്കുക. ആൻസറിൽ തന്നിരിക്കുന്ന അല്ലെങ്കിൽ ആ റെസ്പോൺസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു V1 ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അടുത്തത് വുഡ് യു മൈൻഡ് ആണ്. അടുത്ത ആരാണ്? വുഡ് യു മൈൻഡ് ആണ്. എഗെയിൻ ഹാഡ് ബെറ്റർ പോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്രാമർ ടോപ്പിക് ആണ് എന്ത്? വുഡ് യു മൈൻഡ് എന്ന് പറയും. നമ്മളിപ്പോൾ ഹാഡ് ബെറ്റർ പറഞ്ഞതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ഗ്രാമർ ടോപ്പിക്കാണ് വുഡ് യു മൈൻഡ്. എന്താണ് വുഡ് യു മൈൻഡ്, അല്ലെങ്കിൽ എന്തിനാണ് വുഡ് യു മൈൻഡ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു നോക്കി. എന്തിനാണ്? നിങ്ങൾ ഇത്രയും നേരം കണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിച്ചു കഴിഞ്ഞാൽ നാച്ചു സാറിന് വലിയ സന്തോഷമാവും. ഓക്കെ, ചെറിയൊരു ജലദോഷം പനിയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു താളത്തിൽ കളിക്കുന്നത്. പക്ഷെ നമുക്ക് എക്സാം ആണ്, അപ്പോൾ അതുകൊണ്ട് എൻ്റെ സുഖമില്ലായ്മ മാറ്റർ ചെയ്യുന്ന കാര്യമല്ല. ഓക്കെ, റെഡി. സോ വുഡ് യു മൈൻഡ്, എന്തിനാ വുഡ് യു മൈൻഡ്? വുഡ് യു മൈൻഡ് വളരെ പൊളൈറ്റ് ആയിട്ടൊരു റിക്വസ്റ്റ്, വളരെ മാന്യമായിട്ടുള്ള ഒരു റിക്വസ്റ്റ് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? വുഡ് യു മൈൻഡ് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, എനിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു സഹായം വേണം, നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ചോദിക്കാം, പ്ലീസ് ഹെൽപ്പ് മീ, ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ, ക്യാൻ യു ഹെൽപ്പ് മീ എന്നൊക്കെ ചോദിക്കാം. പക്ഷെ ഇത് വളരെ പൊളൈറ്റ് ആയിട്ട് ചോദിക്കണം. എനിക്ക് എങ്ങനെ ചോദിക്കാന്ന് അറിയോ? വുഡ് യു മൈൻഡ് ഹെൽപ്പിംഗ് മീ, വുഡ് യു മൈൻഡ് ഹെൽപ്പിംഗ് മീ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു പെന്നുണ്ട്, ഒരു പേനുണ്ട്, അപ്പോൾ എനിക്ക് വേണം, അത്യാവശ്യമായിട്ട് വേണം, പക്ഷെ നിങ്ങൾ തരുമെന്ന് എനിക്കറിയില്ല. ഞാൻ പൊളൈറ്റ് ആയിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, വുഡ് യു മൈൻഡ് ബോറോയിങ് മീ ദ പെൻ, ഓർ വുഡ് യു മൈൻഡ് ഗിവിങ് മീ യുവർ പെൻ? അപ്പോൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വുഡ് യു മൈൻഡിൻ്റെ റൂള് വളരെ സിമ്പിളാണ്. വുഡ് യു മൈൻഡ് കഴിഞ്ഞാൽ വേർബിൻ്റെ ഏത് ഫോമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ING ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. അത്രേ ഉള്ളൂ. വുഡ് യു മൈൻഡ് കഴിഞ്ഞാൽ വേർബിൻ്റെ ING എന്നൊന്നും നോക്കണ്ട. വുഡ് യു മൈൻഡ് കഴിഞ്ഞാൽ വേർബിൻ്റെ ING ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കൂ, വുഡ് യു മൈൻഡ് ഡാഷ് എന്തോ ഒന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ നോട്ട് അറ്റ് ഓൾ. അപ്പോൾ അതും കൂടെ ഓർമ്മിച്ച് വെക്കുക. വുഡ് യു മൈൻഡിൻ്റെ പോസിറ്റീവ് ആൻസർ നോ ആണ്. വുഡ് യു മൈൻഡ് എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കുകയാണ് എന്ത്? വുഡ് യു മൈൻഡ് ഗിവിംഗ് മീ എ പെൻ? അപ്പം നിങ്ങൾ പറയാണ് യെസ് എന്ന് പറഞ്ഞാൽ എന്താ? അതെ, എനിക്ക് പ്രശ്നമുണ്ട്, തരാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ വുഡ് യു മൈൻഡ് വെച്ച് നിങ്ങൾ പോസിറ്റീവായിട്ട് എങ്ങനെ ആൻസർ പറയണം? നോ പ്രോബ്ലം, നോട്ട് അറ്റ് ഓൾ, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ പറയാണ് നോട്ട് അറ്റ് ഓൾ, ഒരു പ്രശ്നമില്ല സർ. ഹിയർ ഇറ്റ് ഈസ് ജസ്റ്റ് എ സ്മോൾ പീസ് ഓഫ് സ്ട്രിങ്. ഇതൊരു ചെറിയ കഷ്ണം ചരടാണ് അല്ലെങ്കിൽ കയറാണ്. അപ്പോൾ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഇതാന്നൊക്കെ പറഞ്ഞ് കൊടുക്കണമെങ്കിൽ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? വുഡ് യു മൈൻഡ് ഗിവിങ്, അത്രേ ഉള്ളൂ. ആ തരിക എന്നുള്ളതിൻ്റെ ING നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ? പ്രശ്നം തീർന്നു. വുഡ് യു മൈൻഡ് ഗിവിങ് ഇറ്റ് ടു മീ, വുഡ് യു മൈൻഡ് ഗിവിങ് ഇറ്റ്, മാർക്ക് കിട്ടി. ഓക്കെ, വുഡ് യു മൈൻഡ് ഗിവിങ് ഇറ്റ് ടു മീ, സിമ്പിൾ. സോ വുഡ് യു മൈൻഡിൻ്റെ കാര്യത്തിൽ നമുക്ക് തീരുമാനമായി. അടുത്തത് ശ്രദ്ധിച്ചോളെ, ഇതിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടൊരു ചോദ്യമാണ് എന്ന് പറയുന്നത്. F കമ്പാരിറ്റീവ്ലി എളുപ്പമാവാനാണ് സാധ്യത. പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചോളെ, എന്താണ് എന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ഇഫ് ക്ലോസ് ആണ്. ഇഫ് യു റിയലി പിക്ക്ഡ് അപ്പ് ഓൺലി ദ സ്ട്രിങ്. അപ്പം ഞാൻ നിങ്ങളോട് എപ്പോഴും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇഫ് ക്ലോസിൽ എൻ്റെ മക്കൾ ആകെ ഓർമ്മിച്ച് വെക്കേണ്ടത് 10ാം ക്ലാസ്സിലും +1ലും +2ലും ഒക്കെ നമുക്ക് ഇഫ് ക്ലോസിൻ്റെ ചോദ്യങ്ങൾ വരും. ഇഫ് ക്ലോസിൽ നിങ്ങൾ ആകെ ഓർമ്മിച്ച് വെക്കേണ്ടത് 4 കാര്യങ്ങളാണ്. ഒരു ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറും ദെൻ ഈ പറയുന്ന സ്പ്ലിറ്റിംഗ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇഫ് ക്ലോസിൽ എന്ത് വന്നാൽ മെയിൻ ക്ലോസ് എന്നുള്ള ഒരു കോമൺ ലോജിക്കുമാണ്. നോക്കൂ, യു കീപ് ഇറ്റ് വെരി സിമ്പിൾ. If it rains, മഴ പെയ്താൽ, if it rains, we will cancel the match. മഴ പെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മാച്ച് ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഇതൊരു
എന്ത് സെന്റൻസ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും വായിന്റെ തുമ്പത്ത് നാക്കിന്റെ തുമ്പത്ത് ഒരു വേർഡ് ഉണ്ട്. എന്താണ്? ഇഫ് ക്ലോസ്. ശരിയാണ്, ഇത് ഇഫ് ക്ലോസ് ആണ്. പക്ഷെ കുറച്ചുകൂടെ നന്നായിട്ട് പറയുകയാണെങ്കിൽ ഇതിനെ മൊത്തത്തിൽ ഞാൻ വിളിക്കേണ്ടത് കണ്ടീഷണൽ സെന്റൻസസ് എന്നാണ്. എന്ത് സെന്റൻസ് ആണ്? കണ്ടീഷണൽ സെന്റൻസസ് എന്നാണ്. ഒരു കണ്ടീഷണൽ സെന്റൻസിന് 2 ക്ലോസുകളുണ്ട്, അല്ലെങ്കിൽ 2 പാർട്ടുകളുണ്ട്. ഇഫ് ഉള്ള ഒരു ക്ലോസും, ഇത് ആദ്യം തന്നെ എഴുതണമെന്നില്ല കേട്ടോ, തിരിച്ചും പറയാം. വി വിൽ ക്യാൻസൽ ദ മാച്ച് ഇഫ് ഇറ്റ് റെയിൻസ് പറഞ്ഞാലും ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ഓക്കെ, ഇറ്റ് മേക്ക് സെൻസ്. അപ്പോൾ ഒരു കണ്ടീഷണൽ സെന്റൻസിൽ 2 ക്ലോസുകളുണ്ട്. ഒന്ന് ഇഫ് ഉള്ള ക്ലോസും മറ്റൊന്ന് ഇഫ് ഇല്ലാത്ത ക്ലോസും. ഇഫ് ഉള്ള ക്ലോസിന് ഞാൻ പണ്ട് തമാശയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ ഇഫ് ക്ലോസ് എല്ലാം നമ്മൾ ഇഫ് ക്ലോസ് എന്നാണ് പറയാറ്. പക്ഷേ ഇഫ് ക്ലോസ് ഈസ് ആക്ച്വലി ഒരു കണ്ടീഷണൽ സെന്റൻസിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ ഇഫ് ഉള്ള ആ ക്ലോസിനെ ഞാൻ എന്ത് വിളിക്കും? ഇഫ് ക്ലോസ് എന്ന് വിളിക്കും. രണ്ടാമത്തെ ആ ക്ലോസ് ഉണ്ടല്ലോ, പുള്ളിക്കാരനെ ഞാൻ മെയിൻ ക്ലോസ് എന്ന് വിളിക്കും. പുള്ളിക്കാരനെ ഞാൻ എന്ത് വിളിക്കും? മെയിൻ ക്ലോസ് എന്ന് വിളിക്കും. അതിനൊരു കാരണം കൂടെ ഉണ്ട്. അതായത് ഈ ഇഫ് ക്ലോസിന് ഡെഫിനറ്റ് ആയിട്ട് ഒരു മീനിങ് ഇല്ല. നിങ്ങളൊന്ന് വായിച്ചു നോക്കി. ഇഫ് ഇറ്റ് റെയിൻസ്, മഴ പെയ്താൽ, അവിടെ ഇൻകംപ്ലീറ്റ് ആണ് അതിന്റെ മീനിങ്. എന്തോ സംഭവിക്കും നമുക്കറിയാം, പക്ഷെ എന്താന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇയാൾ എടുത്ത് നോക്കൂ, വി വിൽ ക്യാൻസൽ ദ മാച്ച്, നമ്മൾ മാച്ച് ക്യാൻസൽ ചെയ്യും. അതിനൊരു ഡെഫിനറ്റ് മീനിങ് ഉണ്ട്. ഇയാൾ ഇല്ലെങ്കിലും ഇയാൾക്ക് എക്സിസ്റ്റൻസ് ഉണ്ട്. എന്നാൽ ഇയാൾക്ക്, അതായത് ഇഫ് ഇറ്റ് റെയിൻസിന് മീനിങ് വരുന്ന എപ്പോൾ മാത്രമാണ്? ഇയാളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് ഇഫ് ക്ലോസിനെ സബോർഡിനേറ്റ് ക്ലോസും എന്നും പറയാറുണ്ട്. ഇയാളാണ് മെയിൻ, ഡെഫിനറ്റ് മീനിങ്ങിൽ ഇയാളാണ് മെയിൻ. അപ്പോൾ ഇയാൾ മെയിൻ ക്ലോസ് ആണ്. ഇത്ര എൻ്റെ കുട്ടികൾ ആകെ ഓർമ്മിച്ച് വെക്കേണ്ടുള്ളൂ. ഇഫ് ക്ലോസിൽ V1 ആണോ V2 ആണോ hat+V3 ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക. സിമ്പിൾ. ഇഫ് ക്ലോസിൽ V1 ആണോ V2 ആണോ hat+V3 ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക. hat+V3 ആണോ എന്ന് ഐഡന്റിഫൈ എളുപ്പമാണ്. കാരണം എന്താ? അവിടെ ഹാഡ് ഉണ്ടാവും. പ്രശ്നം V1 ആണോ V2 ആണോ? ചില കുട്ടികൾക്ക് ചില വേർബിന്റെ V1 V2 കണ്ടാൽ മനസ്സിലാവില്ല. കുഞ്ഞു കുഞ്ഞു ട്രിക്കുകളൊക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു വേർഡ് EDയിലാണ് അവസാനിക്കുന്നതെങ്കിൽ, ജംപ്ഡ്, കിക്ക്ഡ്, പ്ലക്ഡ് എന്നൊക്കെയാണെങ്കിൽ, കിക്ക്ഡ് ഒക്കെ ആണെങ്കിൽ നമ്മൾ EDയിലാണ് അവസാനിക്കുന്നത്, V2 ആയിരിക്കും. പക്ഷെ ചില വേർബിന്റെ V2 EDയിലായിരിക്കില്ല. ഫോർ എക്സാമ്പിൾ ഡ്രൈവിന്റെ V2 ഡ്രൈവ്ഡ് അല്ല, ഡ്രോവ് ആണ്. അതുപോലെ ബൈയിന്റെ V2 ബൈഡ് അല്ല, ബോട്ടാണ്. പക്ഷെ അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ബോട്ട് എനിക്ക് പരിചയമില്ലല്ലോ, ബൈയിൽ എനിക്ക് പരിചയമുള്ളൂ. അപ്പൊ ബോട്ട് എന്തായിരിക്കും? V2 ആയിരിക്കും. എന്നുള്ള ലോജിക്ക് അവിടെ അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ വേർബ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിന് എക്സ്പോസ്ഡ് ആയിരിക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് നടക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൽ കോൺഫിഡന്റ് ആവാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ V1 ആണോ V2 ആണോ hat+V3 ആണോ എന്ന് തീരുമാനിക്കുന്നു. എന്നിട്ട് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് മെയിൻ ക്ലോസിൽ എന്ത് ചെയ്യാം? V1 ആണെങ്കിൽ will+V1 ഫോർമാറ്റിൽ ഒരു സെന്റൻസ് എഴുതുക, അല്ലെങ്കിൽ ക്ലോസ് എഴുതുക. V2 ആണെങ്കിൽ would+V1, V2 ആണെങ്കിൽ would+V2 അല്ല, V2 ആണെങ്കിൽ would+V1 തന്നെയാണ്. ദെൻ hat+V3 ആണെങ്കിൽ മെയിൻ ക്ലോസിൽ would have+V3. അപ്പോൾ ഇതൊന്ന് ഓർമ്മിച്ച് വെക്കണം. ഇത് പ്രത്യേകിച്ച് ഓർമ്മിച്ച് വെക്കണം. hat+V3 ആണെങ്കിൽ മെയിൻ ക്ലോസിൽ എന്താ വരിക? would have+V3. അപ്പോൾ ഈ ഫോർമാറ്റ് ഓർമ്മിച്ച് വെക്കുക. ഇനി ഇതും കൂടെ ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ നല്ലതായിരിക്കും. വില്ല് തന്നെ ആവണമെന്നില്ല കേട്ടോ. വില്ലിന് പകരം നിങ്ങൾക്ക് അനുയോജ്യമാണെങ്കിൽ ക്യാനോ, ഷാളോ, മേയോ ഉപയോഗിക്കാം. അതുപോലെ വുഡിന് പകരം അപ്രോപ്രിയേറ്റ് ആണെങ്കിൽ, അനുയോജ്യമാണെങ്കിൽ നിങ്ങൾക്ക് കുഡോ, ഷുഡോ, മൈറ്റോ ഉപയോഗിക്കാം. ഇറ്റ്സ് അപ് ടു യു. അപ്പോൾ ഇതാണ് പരിപാടി. അപ്പോൾ ഇനി നമ്മൾ നേരെ തിരിച്ചിങ്ങോട്ട് വരികയാണ്. ഈ ടേബിള് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഈ ടേബിള് ഇവിടെ ഉണ്ട് ഓൾറെഡി. പക്ഷേ ഈ ടേബിൾ ഒന്ന് ഓർമ്മിച്ച് വെക്കുമോ? നിങ്ങൾ ഓർമ്മിച്ച് വെച്ചു. ഓക്കെ, വേണമെങ്കിൽ ഞാൻ താഴെ ഞാനൊന്ന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഇതാണ് ചോദ്യം. അപ്പോൾ ഇത്രയും കാര്യമാണ് ഓർമ്മിച്ച് വെക്കേണ്ടത്. ഇഫ് ക്ലോസിൽ V1 ആണെങ്കിൽ മെയിൻ ക്ലോസിൽ will+V1. ഇഫ് ക്ലോസിൽ V2 ആണെങ്കിൽ മെയിൻ ക്ലോസിൽ would+V1. ഇഫ് ക്ലോസിൽ hat+V3 ആണെങ്കിൽ മെയിൻ ക്ലോസിൽ would have+V3. ഓക്കെ, ഇതാണ് പരിപാടി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ. ഇഫ് യു റിയലി പിക്ഡ് അപ്പ് ഓൺലി ദ സ്ട്രിങ്, ഇവിടെ എന്ത് ക്ലോസാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്? ഇപ്പൊ നിങ്ങൾക്ക് കത്തി എന്ത് ക്ലോസാ? ഇഫ് ക്ലോസ് ആണ്. ഇനി അവിടുത്തെ വേർബ് ഏതാന്ന് നോക്കൂ. ഇഫ് ക്ലോസിലെ വേർബ് ഏതാണെന്ന് നോക്കൂ. ഇഫ് ക്ലോസിലെ വേർബ് എന്ന് പറയുന്നത് പിക്ഡ് അപ്പ് ആണ്. ഇഫ് ക്ലോസിലെ വേർബ് എന്ന് പറയുന്നത് ഏതാണ്? പിക്ഡ് അപ്പ് ആണ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒരു പ്രശ്നമില്ല. പിക്ഡ് അപ്പ് V1 ആണോ V2 ആണോ എന്ന് നോക്കാൻ പെട്ടെന്ന് മനസ്സിലാവുന്ന ആൾക്കാർ. അല്ലാത്തവർക്ക് പിക്ഡ് അപ്പ്. അപ്പൊ പിക്ഡ് അപ്പിന് എന്തുണ്ട്? ED ഉണ്ട്. പിക്കപ്പ് അല്ല, പിക്ഡ് അപ്പ് ആണ്. അപ്പം അതെന്താണ്? അത് V2 ആണ്. അത് V2 ആണ്. പക്ഷേ ഇതൊക്കെ ശരി. അപ്പോൾ V2 ആണെങ്കിൽ നമ്മുടെ കേസ് ഇതാണ്. V2 ആണെങ്കിൽ മനസ്സിലുണ്ടാവുക, V2 ആണെങ്കിൽ മെയിൻ ക്ലോസിൽ would+V1 ഒക്കെ ശരി. പക്ഷേ ഇവിടെ ചോദിച്ചതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ആലോചിക്കാം. ഇഫ് യു റിയലി പിക്ഡ് അപ്പ് ഓൺലി ദ സ്ട്രിങ്, നീ സ്ട്രിങ് മാത്രമേ എടുത്തിട്ടുള്ളൂ എങ്കിൽ ഡാഷ്
എന്തോ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ശരിയാണല്ലോ. അപ്പോൾ ഉത്തരം നോക്കിക്കോളെ. ഈ ചോദ്യം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഉത്തരം എന്താണ്? യെസ് സർ. അപ്പൊ നിങ്ങൾ ഇവിടെ ഉണ്ടാക്കേണ്ട ചോദ്യം യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ വിചാരിക്കരുത്. ഈ യെസ് എന്ന് പറയുന്നത്, അതായത് ഇവിടെ ഹോച്ച്കോം കൊടുക്കുന്ന യെസ് എന്ന് പറയുന്നത് എന്തിനുള്ള യെസ് ആണ്? ഈ പറയുന്ന ഇഫ് യു റിയലി പിക്ക്ഡ് അപ്പ് ഓൺലി ദ സ്ട്രിങ്ങിലുള്ള യെസ് ആണ്. നീ സ്ട്രിങ് മാത്രമേ എടുത്തിട്ടുള്ളൂ എങ്കിൽ അതെ, ഞാൻ സ്ട്രിങ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇവിടെ എന്തോ ഒരു ചോദ്യം ചോദിക്കുന്നു, അതിനുത്തരം ശ്രദ്ധിച്ചു കേട്ടോ, ഇത് കിട്ടൂല എല്ലാവർക്കും. അതിനുള്ള ഉത്തരം എന്താണ്? ബിക്കോസ് ഹി ഹേറ്റ്സ് മീ, കാരണം അവൻ എന്നോട് ദേഷ്യമാണ്, അല്ലെങ്കിൽ അവൻ എന്നെ വെറുക്കുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ എന്തിലാണ് തുടങ്ങുന്നത്? ബിക്കോസ്. അപ്പൊ എപ്പോഴും മനസ്സിൽ വെക്കുക, ഒരു ചോദ്യത്തിന്റെ ആൻസർ ബിക്കോസിലാണ് തുടങ്ങുന്നതെങ്കിൽ ചോദ്യം മിക്കവാറും തുടങ്ങുന്നത് വൈയിലായിരിക്കും. എന്തുകൊണ്ട്? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെ എന്ത് വൈ ക്വസ്റ്റനാണ് വേണ്ടത്? ഇഫ് യു റിയലി പിക്ക്ഡ് അപ്പ് ഓൺലി ദ സ്ട്രിങ്, നീ സ്ട്രിങ് മാത്രമേ എടുത്തിട്ടുള്ളെങ്കിൽ അയാൾ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അതല്ലേ ചോദ്യം വരിക. അയാൾ എന്ന് വെച്ചാൽ ആരാ? മെലന്റൈൻ. അയാൾ എന്തിനാണ്, അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഇതാണ് ചോദ്യം. ഇത് മനസ്സിലാക്കുക. ഇപ്പോൾ ഇതിൽ 6 ചോദ്യം ഉണ്ടെങ്കിൽ 6 എണ്ണത്തിൽ 5 എണ്ണം നിങ്ങൾക്ക് അത്യാവശ്യം ഒരു അബോവ് ആവറേജ് കുട്ടിക്കൊക്കെ കിട്ടും. പക്ഷേ 6ാമത്തെ ചോദ്യം നിങ്ങൾ ടാക്കിൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് എന്ത് ചെയ്യണം? വർക്ക്ഔട്ട് ചെയ്യണം. വേണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു തവണ കൂടെ കാണാം, ഉറപ്പായിട്ടും കാണാം. നോക്കിക്കോളെ. ഇനി ഉത്തരം സിമ്പിൾ ആണ്. അയാൾ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അപ്പൊ നമുക്കൊരു ക്വാസ്മോ ഫോർമാറ്റിലാണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കേണ്ടത്. ഞാൻ സ്ക്രീൻ മാറ്റുന്നില്ല, ഞാൻ ഇവിടെ തന്നെ വെക്കുവാണ്, ക്വാസ്മോ. ഓക്കെ, ശരി. അപ്പൊ എന്തിനാണ് തുടങ്ങുന്നത്? വൈ. കാരണം ബിക്കോസിലാണ് ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ട്? വൈ. അടുത്തത് ഓക്സിലറി വെർബ്. എനിക്കൊരു ഓക്സിലറി വെർബ് വേണം. ഏത് ഓക്സിലറി വെർബ് ഉള്ളത്? ഉത്തരത്തിൽ യെസ് ബിക്കോസ് ഹി ഹേറ്റ്സ് മീ. ഇവിടുന്ന് നിങ്ങൾ ഹേറ്റ്സ് ഡസ് എടുക്കോ? ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഇതൊരു ഇഫ് ക്ലോസ് ആണെന്ന് ആലോചിക്കുക. ഇതിന്റെ മെയിൻ ക്ലോസ് ആണ് ചോദ്യം എന്ന് മനസ്സിലായി. അപ്പൊ മെയിൻ ക്ലോസിൽ എന്താ വരേണ്ടത്? വുഡ് പ്ലസ് V1 ആണ്. അപ്പൊ ഇവിടെ വുഡ് ആണ് എഴുതേണ്ടത്. വൈ വുഡ്. അടുത്തത് എന്താണ്? സബ്ജക്റ്റ്. വൈ വുഡ് ഹി. ഇനി പറഞ്ഞത് സേ. വൈ വുഡ് ഹി സേ. അങ്ങനെ പറഞ്ഞത് വൈ വുഡ് ഹി സേ സോ. ഓക്കെ, ഉത്തരം കിട്ടി. അപ്പോൾ ആൻസർ എന്താണ്? വൈ വുഡ് ഹി സേ സോ. സോ വുഡ് പ്ലസ് V1 വരണം ഉത്തരത്തില്. വൈലായിരിക്കണം ചോദ്യം തുടങ്ങേണ്ടത്. എനി അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ആൻസർ വിൽ ഫെച്ച് 1 മാർക്ക്. ഓക്കെ, സോ ഈ വീഡിയോ കണ്ടത് നിങ്ങൾക്ക് കുറെ പേർക്ക് മുതലായത്, ബെനിഫിഷ്യൽ ആയത് ഈ ഒറ്റ ചോദ്യത്തിലാണ്. ഓൾറെഡി നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പഠിച്ചു, പ്ലസ് ഞാനൊരു എക്സ്ട്രാ ഒരു ടോപ്പ് ക്വസ്റ്റ്യൻ കൂടെ നിങ്ങളെ പഠിപ്പിച്ചു. ഇനി അടുത്തത്, യു ഡിഡ്ന്റ് ടേക്ക് ദ പോക്കറ്റ് ബുക്ക് ഡാഷ്. നോ യുവർ ഓണർ, ഐ സ്വെയർ ഐ ഡിഡ് നോട്ട്. ഞാൻ സ്വെയർ ചെയ്യാണ്, ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, ഞാൻ എടുത്തിട്ടില്ല. അപ്പൊ ഇതെന്താണ്? ഇത് ക്വസ്റ്റ്യൻ ടാഗാണ്. ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. എന്താണ്? യു ഡിഡ്ന്റ് ടേക്ക് ദ പോക്കറ്റ് ബുക്കിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്താ? ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? പിക്ക് ഔട്ട് ദ ഓക്സിലറി വെർബ് ഫ്രം ദ ഗിവൺ സെന്റൻസ്. തന്നിരിക്കുന്ന സെന്റൻസിലെ ഓക്സിലറി വെർബ് എടുത്ത് എഴുതുക. ഏതാ ഓക്സിലറി വെർബ്? ഡിഡ് ആണ്. അപ്പോൾ ഓക്സിലറി വെർബ് ഡിഡ്. സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആക്കണം. അതായത് സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആക്കണം. എങ്ങനെയാക്കുക? ഡിഡിന്റെ കൂടെ എൻ അപ്പോസ്ട്രോഫി ഡിഡിന്റെ എഴുതുക. പക്ഷെ ഇത് ഞാൻ നെഗറ്റീവ് ആക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഇവിടെ സെന്റൻസിനുള്ളിൽ തന്നെ ഉണ്ടെന്നുണ്ട്, ഒരു നോട്ട് ഉണ്ട്, നെഗറ്റീവ് വേർഡ് ഉണ്ട്. അപ്പൊ സെന്റൻസ് പോസിറ്റീവ് ആണ്. അപ്പൊ എനിക്ക് ഡിഡിന്റെ കൂടെ നോട്ട് ചേർക്കാൻ പറ്റൂല, വെറും ഡിഡേ ഉള്ളൂ. 3ാമത്തെ സ്റ്റെപ്പ്, സബ്ജക്റ്റ് എഴുതുക. എന്താണ് സബ്ജക്റ്റ്? യു ആണ്. അപ്പോൾ ഫൈനൽ ആൻസർ എന്താ വരിക? ഡിഡ് യു ആണ് വരിക. എന്താണ് വരിക? ഡിഡ് യു ആണ് വരിക. ഓക്കെ, സോ ഒരു ചോദ്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്, ഇത്രയും സമയമെടുത്തത്, നമ്മൾ ഈ ചോദ്യം എല്ലാ തരത്തിലുള്ള കുട്ടികൾക്കും മനസ്സിലാവണം എന്നുള്ളൊരു വാശിപ്പുറത്താണ്. അല്ലാതെ വെറുതെ വന്നിട്ട് ചോദ്യം വന്നിട്ട് ഇതാണ് ആൻസർ എന്ന് പറഞ്ഞു പോലെ എല്ലാവർക്കും പറ്റും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അങ്ങനെയല്ല ഇത് വർക്ക് ചെയ്യുന്നത്. കുറച്ച് സമയം എടുത്തു കഴിഞ്ഞാലും കോൺവെർസേഷൻ കംപ്ലീഷന് കുറച്ചൊരു കോൺഫിഡൻസ് കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ബോക്സിൽ കൂടെ അറിയിക്കുക. ഇന്ന് വൈകുന്നേരത്തെ 7 മണിയുടെ ലൈവ് മറന്നു വരുന്നത്. നാച്ചു സാർ അവിടെ ഉണ്ടാവും, JD സാർ അവിടെ ഉണ്ടാവും. അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കും. ബാക്കിയുള്ള ഡിസ്കോഴ്സുകളും ഇനിയുള്ള ഗ്രാമർ ടോപ്പിക്കുകളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കും. സോ പീപ്പിൾ വിൽ സീ യു ദർ. താങ്ക് യു ഫോർ വാച്ചിങ്. കമന്റ് ബോക്സിൽ കമന്റ് അറിയിക്കാൻ മറന്നു വരുന്നത്, ഫീഡ്ബാക്സ് അറിയിക്കാൻ മറന്നു വരുന്നത്, ഒരു ലൈക്ക് ചെയ്യാനും മറന്നു വരുന്നത്. ബൈ.